പോലീസിൽ വൻ അഴിച്ചുപണി 161 ഡിവൈഎസ്പിമാർക്ക് സ്ഥലം മാറ്റി. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ അഴിച്ചുപണിയാണ് പോലീസിൽ ഉണ്ടായിരിക്കുന്നത്. സ്ഥലം മാറ്റം വൈകുന്നത് നേരത്തെ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നു. പോലീസ് സേനയിലെ മികവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഥലം മാറ്റമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രതികരണം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലം ചേരുന്നുണ്ട്. പ്രശാന്തെ, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സ്ഥലം മാറ്റമാണ്. സ്വാഭാവികമായും ഒരു കയ്യടിയൊക്കെ നമുക്ക് അങ്ങ് കൊടുക്കാം. കാരണം കാര്യക്ഷമതയും മികവും ഒക്കെ കൂട്ടാൻ വേണ്ടിയാണല്ലോ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഒരു അഴിച്ചുപണി. ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവോ? എന്താണ് ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാറ്റത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ വൈകുന്നതൊക്കെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നല്ലോ പ്രശാന്ത്. അശ്വതി, അമൽ, സംസ്ഥാനത്തെ ഡിവൈഎസ്പി തലത്തിലാണ് ഇപ്പോൾ അഴിച്ചുപണി നടക്കുന്നത്. 161 ഡിവൈഎസ്പിമാരെ വിവിധ സ്റ്റേഷനുകളിലേക്ക്, വിവിധ ജില്ലകളിലേക്ക് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയത്. നേരത്തെ ഇത്തരത്തിൽ IG തലത്തിലും DIG തലത്തിൽ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ IAS തലപ്പത്തൊക്കെ ഒരു അഴിച്ചുപണി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ സ്റ്റേഷൻ ചുമതലകളിലുള്ളവരുടെയൊക്കെ, അല്ലെങ്കിൽ സ്റ്റേഷൻ ചുമതലകളുടെ മേൽനോട്ടം വഹിക്കുന്ന ഡിവൈഎസ്പിമാരുടെ ഈ സ്ഥലം മാറ്റം വൈകുന്നത് അത് വലിയ അതൃപ്തിക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ, അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അത്തരത്തിലൊരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നവരുടെയൊക്കെ, അല്ലെങ്കിൽ അത്തരം ആളുകളെയൊക്കെ മാറ്റുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ചില തീരുമാനങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവുകയും ചെയ്യും. നമുക്കറിയാം, ഷാബി പറമ്പിലിനെ അടിച്ച കേസിലെ DYSP, അതോടൊപ്പം തന്നെ എങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ വരെ, അങ്ങനെ പാർട്ടിപരമായിട്ട് നോക്കുമ്പോൾ പോലും അവർക്ക് എതിർപ്പുള്ള, അതൃപ്തിയുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ സ്ഥലം മാറ്റുന്ന തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നിലവിലെ ഈ സ്ഥലമാറ്റത്തെ കാണേണ്ടത്. എന്തായാലും നിലവിൽ DYSP മാരെയാണ്, അതായത് 161 DYSP മാരെയാണ് മാറ്റിയിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരെ, അതായത് SHO, അതോടൊപ്പം തന്നെ അതായത് SI സർക്കിൾ, ഇങ്ങനെയുള്ള തസ്തികളിലുള്ളവരെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളവരെ മാറ്റുന്നത് അത് ഓഗസ്റ്റ് 15-ാം തീയതി കഴിഞ്ഞ ശേഷമായിരിക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ അഴിച്ചുപണി, ചെന്നിത്തലയുടെ ആദ്യ അഴിച്ചുപണിയാണ് 161 ഡിവൈഎസ്പിമാർക്ക് സ്ഥലം മാറ്റം. പോലീസുകാരുടെ മികവും കാര്യക്ഷമതയും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ളൊരു നീക്കമാണെന്നൊക്കെ ആഭ്യന്തര വകുപ്പ് അവകാശപ്പെടുന്നുണ്ട്. ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. ഇതൊക്കെ ജനക്ഷേമത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിനേക്കാൾ നല്ലതാകും. എന്തായാലും ഇനി നമുക്ക് നോക്കാം ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുകിലാകും, പൊല്ലാപ്പാകും പൊട്ടിപ്പുറപ്പെടുക എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് തലസ്ഥാനത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് പങ്കുവച്ചത്.